ബൽറാം, ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണല്ലോ. പക്ഷെ അപ്പോഴും കനത്ത ജാഗ്രതയാണല്ലോ അതിർത്തി മേഖലകളിൽ ഉള്ളത്. സൈന്യം ജാഗ്രതയിലാണല്ലോ. ഈ പൂഞ്ചിലെ ഒഴിപ്പിക്കൽ നടപടികളൊക്കെ ഏറെക്കുറെ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു ബൽറാം, ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അതുമായി ബന്ധപ്പെട്ട് ബൽറാം. ഉന്മേഷ, അതീവ രൂക്ഷമായ അപ്രതീക്ഷിതമായ ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പൂഞ്ച് സെക്ടറിലെ ജനവാസ മേഖലയിൽ ഉണ്ടായത്. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് അത്തരത്തിൽ ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ നിന്നുള്ള ജനങ്ങളെ ഈ രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും വീടുകൾ പൂർണ്ണമായി തകരുകയും ചെയ്ത പ്രദേശത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആ മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കൽ പൂർത്തിയായത്. എന്നാൽ മറ്റിടങ്ങളിലേക്ക് ഈ അതിർത്തി മേഖലയോട് ചേർന്ന് ഇനിയും ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ ഒഴിപ്പിക്കൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇവിടങ്ങളിൽ മതിയായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ലൈറ്റ് ഓഫ് ചെയ്യണമെന്നും വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത്, അമിത ശബ്ദം വീടുകളിൽ നിന്നും ഉണ്ടാക്കരുത് തുടങ്ങി ജനവാസ മേഖലയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം സൈന്യം നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ സൈനിക വിന്യാസവും ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടന്നതായി അല്ലെങ്കിൽ ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടതായി രണ്ടിടങ്ങളിൽ നിന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അമൃത്സറിന് സമീപത്തു നിന്നും അത്തരത്തിൽ ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിലും വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. രണ്ട് രാജ്യങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ പാകിസ്ഥാനിലെ ഗുർജൻ വാലിയിലും സമാനമായി വലിയ പൊട്ടിത്തെറി ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളിലെയും സൈന്യമോ സർക്കാരുകളോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. പഞ്ചാബിലേത്, അമൃത്സറിലേത് ഒരു പരിശീലന നടപടിയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങളാണ്. കാരണം ഇന്നലെ വൈകിട്ട് ബ്ലാക്ക് ഔട്ട് എക്സൈസ് ഉൾപ്പെടെയുള്ളവ ഇന്നലെ രാത്രി ഈ അമൃത്സറിൽ ഇത്തരത്തിൽ അഭ്യാസം നടത്തിയിരുന്നു അല്ലെങ്കിൽ പരിശീലനം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായുള്ള നടപടികളിലുണ്ടായ തെറ്റിദ്ധാരണയാകാം എന്നാണ് അമൃത്സറിലെ ഈ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലുണ്ടായ പ്രചരണം സംബന്ധിച്ചുള്ള വിശദീകരണം അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അപകടവും അമൃത്സറിൽ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകൾ നിലവിലില്ല. അതേസമയം പാകിസ്ഥാനിലെ രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ സിയാൽകോട്ടിലും ഗുർജൻ വാലയിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും വിശദീകരണം ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ വിമത വിഭാഗങ്ങൾ ഉൾപ്പെടെ സജീവമായ മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുണ്ടായ ആക്രമണമാണോ ആഭ്യന്തരമായ സംഘർഷമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായതിന് സമാനമായ തരത്തിലുള്ള രൂക്ഷമായ ഷെല്ലാക്രമണം ഇന്ന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പൂഞ്ച് സെക്ടറിലോ ഉറി സെക്ടറിലോ ഉണ്ടായിട്ടില്ല. ഈ രണ്ട് മേഖലകളിലായിരുന്നു ഇന്നലെ പുലർച്ചെ അതീവ രൂക്ഷമായ തരത്തിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഈ മേഖലകൾ ഇന്ന് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണ് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്, ബൽറാം, ഇപ്പോൾ ഈ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമടക്കം അത് നിയന്ത്രിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ സാധാരണഗതിയിലാകണം. മറ്റൊന്ന്, അവിടുത്തെ ജനങ്ങൾ ഈ നീക്കങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അവരെങ്ങനെയാണ് സ്ഥിതിഗതികളെ കാണുന്നത്, അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ബൽറാം? ഉന്മേഷ്, ഈ നാളെ വരെയാണ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി സിവിലിയൻ സർവീസുകൾ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ഒരു ജാഗ്രതയുടെ ഭാഗമായി കൂടിയാണ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അത് പാകിസ്ഥാന് വലിയ ആഘാതം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് കണക്കാക്കുന്നത്. സാധാരണ നിലയിൽ അത്തരത്തിലുള്ള ഒരു
സമീപനം സ്വീകരിക്കാറുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഒരു മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഈ വിമാനത്താവളങ്ങളിലെ സിവിൽ ഓപ്പറേഷനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. കൂടാതെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു വ്യോമ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ ആവശ്യമായുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ സൈനികർക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ അതിർത്തി മേഖലകളോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാന പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങൾ എല്ലാം തന്നെ. അത് ഈ രാജസ്ഥാനിലായാലും പഞ്ചാബിലായാലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലും കൂടാതെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ അടക്കമുള്ള വിമാനത്താവളങ്ങൾ അതിർത്തിയോട് ചേർന്ന വിമാനത്താവളങ്ങളിലാണ് മുന്നൊരുക്കത്തിൻ്റെ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി താൽക്കാലികമായി സിവിലിയൻ ഓപ്പറേഷനുകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. അത് അവിടെ എല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാവിലെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ പ്രതികരണങ്ങൾ, അത്തരത്തിൽ പ്രകോപനപരമായ പ്രതികരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മറ്റിടങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മറ്റിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. പാകിസ്ഥാന് നൽകിയത് കൃത്യമായ ഒരു മറുപടിയാണ് എന്ന പ്രതികരണം തന്നെയാണ് പൊതുവായി ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് ഉള്ളത്. അതിർത്തി മേഖലകളിൽ പാക് ആക്രമണമുണ്ടായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടും രക്ഷാപ്രവർത്തനം അടക്കമുള്ളവ പുരോഗമിച്ചത്. അത് ഒഴിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ ഇന്നും തുടരും. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.